നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു പ്രത്യേക ജീവിതയാത്രയെക്കുറിച്ചാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ പകുതിയിലധികം കാലം, അതായത് ഏതാണ്ട് 50 വയസ്സുവരെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തിരിച്ചടികളും സഹിച്ച് മുന്നോട്ടു പോയതിനു ശേഷം ജീവിതത്തിന്റെ രണ്ടാം പകുതിയിൽ, അതായത് 50 വയസ്സിനു ശേഷം അതിശക്തമായ രാജയോഗം വന്നുചേരുന്ന ചില ഭാഗ്യ നക്ഷത്രക്കാരെ കുറിച്ചാണ്. നിങ്ങൾ ഇപ്പോൾ 30കളിലോ 40കളിലോ ആണോ? എൻ്റെ ജീവിതത്തിൽ എപ്പോഴും കഷ്ടപ്പാട് മാത്രമാണല്ലോ, എനിക്കൊരു അവസരം കിട്ടില്ലേ, ഈ ദുരിതം എപ്പോഴാണ് തീരുക എന്ന് ചിന്തിച്ച് നിരാശപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വിഷമങ്ങളെല്ലാം മാറ്റിവെച്ച് ഈ വീഡിയോ പൂർണ്ണമായി കാണുക. കാരണം നിങ്ങളുടെ നക്ഷത്രം ഈ ഭാഗ്യ നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കടന്നുപോയ എല്ലാ കഷ്ടപ്പാടുകളും നിങ്ങളുടെ ജീവിതത്തിലെ ഒന്നാം ഘട്ടം മാത്രമാണ്. ആ കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവിതം രാജയോഗത്തിൻ്റെ സൗഭാഗ്യവുമായി ആരംഭിക്കാൻ പോകുന്നത്. ചില നക്ഷത്രങ്ങൾക്ക് അവരുടെ ബാല്യത്തിലും യൗവനത്തിലും ഗുണങ്ങൾ ലഭിക്കില്ല. കാരണം അവരുടെ ഗ്രഹനാഥന്മാർക്ക് 50 വയസ്സിനു ശേഷമാണ് ശക്തി കൂടുന്നത്. അല്ലെങ്കിൽ ഈ പ്രായം കഴിയുമ്പോഴാണ് അവരുടെ കലിയുഗം അവസാനിക്കുകയും സത്യയുഗം ആരംഭിക്കുകയും ചെയ്യുന്നത്. അതുവരെ ഇവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് പോലും തിരിച്ചടി മാത്രമായിരിക്കും ഫലം. എന്നാൽ ഈ 50 വയസ്സ് എന്ന കടമ്പ കടന്നു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം ഒരു സിംഹാസനം പോലെ ആയിരിക്കും. സമ്പത്തും ഐശ്വര്യവും സമൂഹത്തിൽ സ്ഥാനവും മനസ്സമാധാനവും ഇവരെ തേടിയെത്തും. അതുവരെയുള്ള കഷ്ടപ്പാടുകൾക്കെല്ലാം ഈ രാജയോഗത്തെ കൂടുതൽ മധുരമുള്ളതാക്കാനുള്ള ഒരു മുന്നൊരുക്കം മാത്രമാണ്. അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ പകുതിയും ജീവിച്ചു തീർന്നതിനു ശേഷം ഭാഗ്യവും വന്നു ചേരുന്ന ആ അപൂർവ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം സംസാരിക്കുന്നത് ഭരണി നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഭരണി നക്ഷത്രം അഗ്നിതത്വമുള്ളതും ശുക്രന്റെ സ്വാധീനമുള്ളതുമാണ്. ഇവരുടെ ആദ്യകാലം ജീവിതം ഒരുപാട് പരിശ്രമങ്ങൾ നിറഞ്ഞതായിരിക്കും. ഇവർക്ക് സ്വന്തം ഇഷ്ടങ്ങളെ നിയന്ത്രിക്കേണ്ടതായും പല കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടിയും വരും. 50 വയസ്സിന് മുൻപ് ഭരണി നക്ഷത്രക്കാർ സാമ്പത്തികമായി സ്ഥിരത ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ബന്ധങ്ങളിൽ വിള്ളലുകൾ, ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ വരിക എന്നിവയൊക്കെ ആദ്യ ജീവിതത്തിൽ സാധാരണമായിരിക്കും. ശുക്രന്റെ പൂർണ്ണമായ അനുഗ്രഹം 50 വയസ്സിനു ശേഷമാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഈ സമയത്ത് മഹാലക്ഷ്മി രാജയോഗം പോലെ ധനം ഇവരെ തേടിയെത്തും. ഇവരുടെ കലാപരമായ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനവും എല്ലാവിധ ആഡംബര സൗകര്യങ്ങളും ഇവർക്ക് ലഭിക്കും. ആദ്യകാല കഷ്ടപ്പാടുകൾക്ക് പകരമായി ജീവിതം ഒരു സ്വർഗം പോലെയാകും. അടുത്തത് കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രം സൂര്യന്റെയും അഗ്നിയുടെയും സ്വാധീനമുള്ളതാണ്. ഈ നക്ഷത്രക്കാർക്ക് യുവത്വത്തിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. തന്റെ പരിശ്രമങ്ങൾക്ക് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാതെ വരുന്നത് ഇവരെ വിഷമിപ്പിക്കുന്നു. 50 വയസ്സിനു മുൻപ് കാർത്തിക നക്ഷത്രക്കാർക്ക് എത്ര കഠിനാധ്വാനം ചെയ്താലും ജോലിയിൽ പ്രമോഷനോ സമൂഹത്തിൽ അംഗീകാരമോ പെട്ടെന്ന് ലഭിക്കില്ല. ഇവർ കഷ്ടപ്പെട്ട് കെട്ടിപ്പടുക്കുന്നതെല്ലാം പെട്ടെന്ന് തകരുന്ന അവസ്ഥയും വന്നേക്കാം. സൂര്യന്റെയും അഗ്നിയുടെയും ശക്തി 50 വയസ്സിനു ശേഷമാണ് യഥാർത്ഥ രൂപത്തിൽ പ്രകാശിക്കുന്നത്. ഈ സമയത്ത് ഇവർക്ക് ബുധാദിത്യ രാജയോഗം പോലെ നേതൃത്വപരമായ സ്ഥാനങ്ങളും വലിയ അധികാരവും ലഭിക്കും. നഷ്ടപ്പെട്ട സ്ഥാനമാനങ്ങൾ തിരികെ ലഭിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്നോ സർക്കാർ തലത്തിൽ നിന്നോ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ഇവരുടെ വാക്കുകൾക്ക് വിലയുമുണ്ടാകും. എല്ലാവരും ഇവരെ ബഹുമാനിക്കാൻ തുടങ്ങും. അടുത്തത് പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രം വ്യാഴത്തിന്റെ സ്വാധീനമുള്ളതാണ്. വ്യാഴം ജ്ഞാനത്തിന്റെയും ധർമ്മത്തിന്റെയും ഗ്രഹമാണ്. ആദ്യകാല ജീവിതത്തിൽ ധനത്തെക്കാളും അറിവിനാണ് ഇവർക്ക് പ്രാധാന്യം. 50 വയസ്സിനു മുൻപ് പുണർദം നക്ഷത്രക്കാർക്ക് ധനപരമായ കാര്യങ്ങളിൽ സ്ഥിരത ഉണ്ടാകില്ല. കടബാധ്യതകൾ, നിക്ഷേപങ്ങളിലെ നഷ്ടം എന്നിവയൊക്കെ ആദ്യ ജീവിതത്തിലേ ഉണ്ടാകാം. എന്നാൽ ഇവർക്ക് നല്ല വിദ്യാഭ്യാസം നേടാനും ജ്ഞാനം നേടാനും സാധിക്കും. വ്യാഴത്തിന്റെ പൂർണ്ണമായ അനുഗ്രഹം, അതായത് ഹംസരാജയോഗം 50 വയസ്സിനു ശേഷമാണ് ലഭിക്കുക.
ഈ സമയത്ത് ഇവർക്ക് ധനവും സ്ഥാനമാനങ്ങളും ആത്മീയമായും ഉന്നതിയും ലഭിക്കും. ഇവർക്ക് നല്ല ഉപദേഷ്ടാവാകാൻ സാധിക്കും. ഇവരുടെ വാക്കുകൾക്ക് വലിയ മൂല്യമുണ്ടാകും. പലപ്പോഴും അപ്രതീക്ഷിതമായ വലിയ ധനസമ്പത്തിന് ഇവർക്ക് സാധിക്കും. അടുത്തത് മകം നക്ഷത്രം. മകം നക്ഷത്രം പൂർവ്വ പുണ്യത്തെയും പിതൃക്കളുടെ അനുഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു. ഇവരുടെ ആദ്യകാല ജീവിതം പൂർവ്വജന്മങ്ങളിലെ കർമ്മങ്ങളുടെയും ഫലമായി അല്പം കഷ്ടപ്പാട് നിറഞ്ഞതായിരിക്കും. 50 വയസ്സിനു മുൻപ് മകം നക്ഷത്രക്കാർക്ക് കുടുംബ ബന്ധങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് പിതാവിൽ നിന്നോ പൂർവികരിൽ നിന്നോ വേണ്ടത്ര പിന്തുണ ലഭിക്കാതെ വന്നേക്കാം. ജോലിയിൽ സ്ഥിരതയില്ലാത്ത അവസ്ഥ, ലക്ഷ്യങ്ങൾ നേടാൻ കൂടുതൽ പ്രയത്നം ആവശ്യമായി വരിക എന്നിവയൊക്കെ 50 വയസ്സിനു ശേഷം പൂർവ്വ പുണ്യത്തിൻ്റെ ഫലം പൂർണ്ണമായി ലഭിക്കുന്ന ഇവരുടെ കഷ്ടപ്പാടുകൾക്ക് ഫലമുണ്ടാകും. ഗജകേസരി രാജയോഗം പോലെ ഇവർക്ക് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനവും സമ്പത്തും സന്താനങ്ങളിൽ നിന്ന് സന്തോഷവും ലഭിക്കും. പൂർവിക സ്വത്തുക്കൾക്ക് തിരികെ ലഭിക്കാനോ അതുവഴി വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകാനോ സാധ്യതയുണ്ട്. ഇവരുടെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ടാകും. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. മൂലം നക്ഷത്രം കേതുവിന്റെ സ്വാധീനമുള്ളതാണ്. കേതുവിന്റെ സ്വാധീനം ആദ്യകാല ജീവിതത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾക്കും സ്ഥിരതയില്ലായ്മയ്ക്കും കാരണമാകും. ഇവരുടെ ജീവിതം ഒരുപാട് അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതായിരിക്കും. 50 വയസ്സിനു മുൻപ് മൂലം നക്ഷത്രക്കാർക്ക് തൊഴിലിനായി അലയേണ്ടി വരും. ഒരു സ്ഥലത്തും ഒരു ജോലിയും അധികകാലം സ്ഥിരമായി നിൽക്കാൻ കഴിഞ്ഞെന്നു വരില്ല. സാമ്പത്തികമായി വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും. 50 വയസ്സിനു ശേഷം കേതുവിന്റെ സ്വാധീനം ആത്മീയമായ ശക്തിയായി മാറുന്നു. ഇവർക്ക് ഹംസരാജയോഗം പോലെ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കും. ഇവരുടെ കഷ്ടപ്പാടുകൾക്ക് ഫലമുണ്ടാകും. പലപ്പോഴും രാഷ്ട്രീയത്തിലോ നിയമപരമായ കാര്യങ്ങളിലോ വലിയ വിജയം നേടാൻ സാധിക്കും. ഇവർക്ക് സ്വന്തമായ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ കഴിയും. അതുവരെയുള്ള കഷ്ടപ്പാടുകൾക്ക് ഇവർക്ക് വലിയ പാഠങ്ങളായി മാറും. അടുത്തത് ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രം സൂര്യന്റെ സ്വാധീനമുള്ളതാണ്. ഇവരുടെ ആദ്യകാല ജീവിതം കഠിനാധ്വാനം നിറഞ്ഞതും എന്നാൽ അതിനെ അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാതെ പോകുന്നതുമായിരിക്കും. 50 വയസ്സിനു മുൻപ് ഉത്രാടം നക്ഷത്രക്കാർക്ക് എത്ര കഷ്ടപ്പെട്ടാലും അതിനനുസരിച്ചുള്ള സാമ്പത്തിക നേട്ടമോ ജോലിയിൽ പ്രമോഷനോ ലഭിക്കാതെ വന്നേക്കാം. ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ പലപ്പോഴും തടസ്സങ്ങൾ നേരിടും. സൂര്യന്റെ പൂർണ്ണമായ പ്രകാശം 50 വയസ്സിനു ശേഷമാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഈ സമയത്ത് ഇവർക്ക് ബുധാദിത്യ രാജയോഗം പോലെ ഉയർന്ന സ്ഥാനമാനങ്ങളും അധികാരവും ലഭിക്കും. ഇവർക്ക് തൻ്റെ പ്രയത്നങ്ങൾക്ക് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കും. സമൂഹത്തിൽ ഇവരുടെ വാക്കുകൾക്ക് വലിയ വിലയുണ്ടാകും. ഉദ്യോഗസ്ഥ തലത്തിലോ ബിസിനസ്സിലോ വലിയ വിജയം നേടാൻ സാധിക്കും. അടുത്തത് തിരുവോണം നക്ഷത്രം. തിരുവോണക്കാരാണ് ചന്ദ്രന്റെയും ശനിയുടെയും രാശിയായ മകരത്തിൻ്റെയും സ്വാധീനമുള്ളതാണ്. ശനിയുടെ സ്വാധീനം കാരണം ഇവർക്ക് ആദ്യകാല ജീവിതത്തിൽ എല്ലാം വളരെ പതുക്കെയായിരിക്കും ലഭിക്കുക. കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. 50 വയസ്സിനു മുൻപ് തിരുവോണം നക്ഷത്രക്കാർക്ക് വിവാഹം, ജോലി, വീടുപണി തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ കാലതാമസം നേരിടേണ്ടി വരും. സാമ്പത്തികമായി ഒരു സ്ഥിരത കണ്ടെത്താൻ ഇവർക്ക് പ്രയാസമായിരിക്കും. 50 വയസ്സിനു ശേഷം ശനിയുടെയും ചന്ദ്രന്റെയും അനുഗ്രഹം ലഭിക്കുന്നു. ഈ സമയത്ത് ഇവർക്ക് ഗജകേസരി രാജയോഗം പോലെ സ്ഥിരമായ സമ്പത്തും ഭൂമി സംബന്ധമായ നേട്ടങ്ങളും ലഭിക്കും. ഇവർക്ക് സ്വന്തമായി വീടും സ്വത്തും വാങ്ങുവാൻ സാധിക്കും. അതുവരെ കഷ്ടപ്പാടിലായിരുന്ന ജീവിതം ഈ സമയത്ത് എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി മുന്നോട്ടു പോകും. ഇവരുടെ ക്ഷമയ്ക്ക് ഫലമുണ്ടാകും. അടുത്തത് അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രം കേതുവിന്റെ സ്വാധീനമുള്ളതാണ്. കേതുവിന്റെ സ്വാധീനം കാരണം ഇവർക്ക് ആദ്യകാല ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഒരുപാട് അലച്ചിലുകൾ ഉണ്ടാകും. 50 വയസ്സിനു മുൻപ് അശ്വതി നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളിലും ലക്ഷ്യത്തിലെത്താൻ വലിയ പ്രയാസമുണ്ടാകും. ആരോഗ്യ സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നതെല്ലാം പെട്ടെന്ന് ചെലവായി പോകുകയും ചെയ്യും. 50 വയസ്സിനു ശേഷം കേതുവിന്റെ സ്വാധീനം ആത്മീയമായ ശക്തിയായി മാറുന്നു. ഇവർക്ക് ഹംസരാജയോഗം പോലെ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കും. പലപ്പോഴും വൈദ്യശാസ്ത്രം, ആത്മീയ കാര്യങ്ങൾ, ഉപദേശം നൽകുന്ന മേഖലകൾ എന്നിവയിൽ ഇവർക്ക്
വിജയം നേടാൻ സാധിക്കും. ധനപരമായ എല്ലാ തടസ്സങ്ങളും മാറും. അതുവരെയുള്ള കഷ്ടപ്പാടുകൾ ഇവർക്ക് വലിയൊരു അനുഭവം നൽകും. പ്രിയപ്പെട്ടവരെ, ഈ നക്ഷത്രക്കാരുടെ ജീവിതം ഒരു ഉദാഹരണമാണ്. അതായത് ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും ആ കഷ്ടപ്പാടുകൾ എല്ലാം നിങ്ങളുടെ രണ്ടാം പകുതിയിലെ രാജയോഗത്തിലേക്കുള്ള ഒരു മുന്നൊരുക്കമാണ്. 50 വയസ്സ് എന്നത് ഒരു അവസാനമല്ല, മറിച്ച് പുതിയൊരു തുടക്കമാണ്. നിങ്ങൾ ഈ നക്ഷത്രത്തിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കടന്നുപോയ എല്ലാ വേദനകളും ധൈര്യമായി നേരിടുക. കാരണം നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ രാജയോഗം തുടങ്ങാൻ ഇനി അധികം ദൂരമില്ല. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ എല്ലാം ഈ രാജയോഗത്തെ കൂടുതൽ മധുരമുള്ളതാക്കി മാറ്റും. ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുകയും ചെയ്യണം. നന്ദി, നമസ്കാരം.